പ്രസംഗിച്ചു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु यीशु मसीह के नाम की महिमा हो एक और बार आज शाम में. വീണ്ടും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവന്റെ ജീവിതത്തിൽ ഒരുക്കി വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. एक और बार परमेश्वर के वचन को सुनाने के लिए आपके बीच में रहने के लिए मैं प्रभु को धन्यवाद करता हूँ, स्तुति करता हूँ. വളരെ പ്രാർത്ഥനയോടുകൂടി ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രികാലം കേൾക്കുവാൻ ഇടയായിത്തീരട്ടെ. The voice of the Lord should be heard. Hallelujah. आज हम लोग बहुत प्रार्थना के साथ हम लोग बैठने पाए, क्योंकि कोई इंसान का आवाज नहीं मगर प्रभु की आवाज हम लोग सुनने पाए और सुनने का इच्छा के साथ हम लोग बैठने पाए. മനുഷ്യന്റെ ശബ്ദങ്ങൾക്കൊന്നും നമ്മെ ജീവിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിന്റെ ശബ്ദത്തിന് മാത്രമേ നമ്മെ ജീവിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് ഒരു പേഴ്സണലൈസ് ആയിട്ടുള്ള ഒരു സന്ദേശം പത്രോസ് പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ കുത്തി എന്നാണ്. പത്രോസിനെ അവരുടെ ഹൃദയങ്ങളിൽ കുത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് വചനം ഈ എളിയവൻ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നിങ്ങളുടെ ഹൃദയങ്ങളെ പരിവർത്തിക്കുമാറാകട്ടെ. और हम लोग प्रार्थना करें कि कोई इंसान जो है, मैंने कितना गहराई से भी आपसे बोलने से कोई फायदा नहीं, मगर पवित्र आत्मा आपका हृदय में जो है स्पर्श करना चाहिए. पत्रोस जब प्रवचन दिया तो उस प्रवचन जो है पत्रोस देने के कारण नहीं, मगर पवित्र आत्मा उन लोगों का हृदयों को चित किया, इसलिए जो है उन लोग प्रभु पर विश्वास किए. इसीलिए हम लोग भी प्रार्थना के साथ प्रभु के करीब बैठे, ताकि कोई इंसान की आवाज से ज्यादा पवित्र आत्मा हम लोगों से व्यक्तिगत तौर से बात करने पाए, व्यक्तिगत जो है संदेश को हमें मिलने के लिए प्रभु सहायता करने पाए. Praise the Lord. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും സാക്ഷികളുടെ വലിയൊരു സമൂഹം എന്നുള്ളതായ ഒരു പഠന പരമ്പരയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. और हम लोग जो है एक परंपरा सीख रहा है कि इब्रानी का पत्री 11 और 12 अध्याय में जो बताया गया, गवाह होंगे बड़े समूह के, बादल होंगे बड़े समूह के बारे में. നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് പെർസിക്യൂട്ടഡ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ പ്രയാസത്തിലൂടെ പ്രതികൂലങ്ങളിലൂടെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കടന്നു പോകുന്ന ഒരു ദൈവസഭയെ അല്ലെങ്കിൽ ഉണർത്തിക്കുവാൻ, അല്ലെങ്കിൽ അവർ ധൈര്യപ്പെടുത്തുവാനായിട്ട് ലേഖനകർത്താവോട് ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഓരോ വ്യക്തികളുടെയും ജീവിതം നമുക്ക് തുറന്നു തന്നുകൊണ്ട് പറയുകയാണ്, ഇവരെ നോക്കുവിൻ, ഇവരിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. तो हम लोग जो है समझना चाहिए, इस विश्वास में कमजोर होने वाला कलीसियाओं के लिए जो है ये पत्री लिखा हुआ है कि अलग अलग विश्वास लोगों का, विश्वास वीर का तस्वीर या जिंदगी को दिखाकर वो जो है लेखक बता रहा है, देखिए हमें इन्हीं लोगों से विश्वास के बारे में कुछ न कुछ तो सीखने के लिए बाकी है. പലരും വിശ്വാസത്തിൽ തളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും യേശുവിനെ തള്ളിപ്പറയണമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലരും രക്തസാക്ഷികളായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കടന്നു പോകുന്നതായ സിറ്റുവേഷനും വളരെ വളരെ ഡിസ്കറേജ്ഡ് ആയിട്ടുള്ളതായ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം, നമുക്ക് മുൻപ് ഇതിലൂടെ കടന്നുപോയവരുടെ ഒരു പട്ടിക തന്നെ ഉണ്ട്. അതാണ് ഇബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കുന്നത്. और हम लोग बहुत समस्या के एक जमाने में एक वक्त में आ चुके हैं. काफी लोग परेशानी सहते हैं. काफी लोगों का जीवन में अलग अलग तरीका का, अलग अलग तरह का जो है मुसीबत सामना करना पड़ता है. इस प्रकार सामना करने के वक्त में हम लोगों को इस वजन को देखने के लिए है, और इस वजन हमें ये समझाते हैं कि वे लोग सामना किया है तो हमें भी सामना करके आगे बढ़ सकता है. वो बात को हम लोग आज सीखेंगे. മോശയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രികാലം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. മോശ അഡ്മിനിസ്റ്റർ ചെയ്ത ഒരു നിർണായകമായ ഒരു ഇവന്റിനെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. और हम लोग जो है मूसा के बारे में बीते सप्ताह में सीख के आ रहा है, और मूसा ने किया हुआ कुछ बहुत मुख्य जो है कुछ कार्यक्रम के बारे में 11वां अध्याय उसका 28 पद में जो है बताया गया है, उसको हम लोग आज सीखेंगे. By faith he kept the Passover and the application of the blood, so that the destroyer of the firstborn would not touch the firstborn of Israel. और उसका 28 पद में इस प्रकार पद लिखा हुआ है, विश्वासी से उसने फसह और लहू छिटकने की
विधि मानी कि पहिलौठा का नाश करने वाला इस्राएलियों पर हाथ न डाले. ഇവിടെയും വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ് നടന്നത് എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. ദിസ് ഈസ് ആൻ ആക്ട് ഓഫ് ഫെയ്ത്ത്. അതെന്താണെന്ന് നമ്മൾ ഇവിടെ കാണുവാനായിട്ട് പോകുകയാണ്. और अब्रानियों का जो लेखक जो है ही बता रहा है कि इधर भी जो लहू चिटकने का विषयों के बारे में और फसहा का विषयों के बारे में बता रहा है. मूसा वो भी विश्वास के साथ किया है और वो कैसे किया उसके बारे में अभी हम लोग सीखेंगे. അന്ന് അവർ ചെയ്തതായ സെറിമോണിയൽ ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ നിദാനമായി വരുന്നത് എന്ന് മനസ്സിലാക്കിയ എബ്രായ ലേഖന കർത്താവ് അതിനെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അവർ വിശ്വാസത്താൽ അതിനെ ആചരിച്ചു എന്നുള്ളത്. और उस वक्त में जो है वे लोग जो किया हुआ कार्यक्रम अभी हमारा विश्वास में बहुत मदद करने के कारण लेखक बता रहा है वे लोग उस वक्त में जो किया हुआ कार्यक्रम विश्वास के आधार पर किया था. അതിന്റെ പശ്ചാത്തലം പെട്ടെന്നൊന്ന് ഞാൻ പറയാം. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം അവസാനമായി മിസ്രൈമിൽ അയക്കുന്ന ബാധയാണ് the death of the firstborn of Egyptians. और उसका पृष्ठभूमि मैंने एक बार बताना चाहता हूं कि इसराइलियों को छुटकारा के लिए अलग अलग जो है परेशानी मिस्र देश में जो है परमेश्वर ने जो भेजा उसमें आखिरी परेशानी जो पहिलौठा का मृत्यु जो होते हैं उसी के बारे में जो है यही समझाते हैं. ഇവിടെ ഒരു മരണദൂതൻ രാത്രിയിൽ വരും. വന്നിട്ട് ഈ മരണദൂതനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ്: എല്ലാ ആദ്യജാതന്മാരും മരിക്കണം, എല്ലാ ആദ്യജാതന്മാരും മരിക്കണം. അപ്പോൾ പറഞ്ഞു. और यहाँ पे एक स्वर्गदूत को प्रभु ने भेजा गया है कि जिनका कर्तव्य यही है कि मिस्र देश का सारा पहिलौठा बच्चे को मार डालना है. മരണദൂതൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഡെത്ത് ഏഞ്ചലിനെ ഇവിടെ വെച്ചിരിക്കുകയാണ്. മരണദൂതൻ അല്ലെങ്കിൽ സംഹാരകൻ എന്നുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സംഹാരകൻ, ഡിസ്ട്രോയർ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. यहाँ पे जो इस्तेमाल किए पहिलौठा को नाश करने वाली एक दूध या एक स्वर्गदूत उसी प्रकार जो है उसी के बारे में वर्णन किया गया है. അപ്പോൾ ഒരു സംഹാരകനായ ഒരു ദൂതൻ അല്ലെങ്കിൽ സംഹാരകൻ അവിടെ വരികയും എല്ലാ ആദ്യജാതന്മാരെയും കൊല്ലുവാനായിട്ടുള്ള ഒരു കൽപ്പനയുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം അതിൽ ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാരും മരിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. और यहाँ पे जो है पहिलौठाओं को मारने के लिए एक दूध आ रहा है और सारा जो है पहिलौठाओं को मार डालने के लिए आज्ञा दिया गया है. और उसमें ये संभावना है कि इस्राएलियों का पहिलौठा को भी वो स्वर्गदूत मार सकता है. എന്നാൽ അവരോട് വ്യക്തമായിട്ട് മോശ പറയുകയാണ്, നിങ്ങൾക്കും അവർക്കും തമ്മിൽ ഒരു സെപ്പറേഷൻ വെക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. लेकिन परमेश्वर जो है उन लोगों को ये बात बता रहा है कि मिस्र देश के लोगों और आप लोगों का बीच में एक अलगाव प्रभु रखना चाहते हैं इस विषयों पर. അപ്പോൾ ആ വേർതിരിവിനു വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഇവിടുത്തെ സന്ദേശം. तो उस वक्त में जो है प्रभु ने बताया कि अगर उस अलगाव जो है आप लोग का जिंदगी में होना है तो आप लोगों को कुछ करने का जरूरत है. वो जो करने का विषयों के बारे में इस पद में बताया गया है. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ സംഹാരകൻ വരുമ്പോൾ നിങ്ങളുടെ വീടുകളെ ഒഴിഞ്ഞു പോകേണ്ടതിന് നിങ്ങൾ പെസഹ ആചരിക്കണം. യു നീഡ് ടു സെലിബ്രേറ്റ് പാസ്ഓവർ. तो आप लोग को करने के लिए क्या है? यही करना है कि अगर ये जो है स्वर्गदूत जो आते हैं पहिलौठा को मारने के लिए आपके घर को छोड़कर जाना है. आपको यही करना है. फसहा आपको जो विधि जो बताया गया है, फसहा का विधि जो बताया गया वो विधि आपको मानना पड़ेगा. അപ്പോൾ അവരെന്ത് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 4 മുതലുള്ളതായ വാക്യങ്ങളിൽ പറയുന്നുണ്ട്.
ഞാൻ വായിക്കാം പെട്ടെന്ന്. സ്പീക്ക് ടു ഓൾ ദ കോൺഗ്രിഗേഷൻ ഓഫ് ഇസ്രായേൽ, 12-ാം അധ്യായത്തിന് 3 മുതലാണ് വായിക്കുന്നത്. On the 10th of this month, 10-ാം ദിവസം, every man shall take for himself a lamb according to the household of his father, a lamb for a household. അപ്പൊ അതിന് ചുരുക്കി പറയാം, ഈ കുഞ്ഞാടിനെ, ഈ ആടിനെ, ആട്ടിൻകുട്ടിയെ അവർ കൊന്നിട്ട് അതിന്റെ രക്തം എന്ത് ചെയ്യണം? കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അതാണ് അവർ ചെയ്യേണ്ടതായ കാര്യം. और यहाँ पे उन लोगों को यही करने का विधि, इसके बारे में जो है हम लोग निर्गमन का किताब उसका 12वां अध्याय में हम लोग पढ़ते हैं, और वहां पे लिखा हुआ है कि आप लोगों को एक मेमना को मारने का जरूरत है। एक मेमना खाने के लिए जो है आप लोगों को मारना है। उस मेमना को क्या करना है? उस मेमना का लहू आप लोग अपना घर का चौखट पर और उसी में जो है आप लोग को लगाना पड़ेगा, ताकि स्वर्गदूत वहां से निकल जाएंगे। 12-ാം വാക്യത്തിൽ, for I will pass through the land of Egypt that night and will strike all the firstborn in the land of Egypt, both man and beast, and against all the gods of Egypt I will execute judgment. I am the Lord. അവിടെ പറയാം, ഞാൻ തന്നെ ഇറങ്ങി വരും എന്തിനു വേണ്ടി? ഒരു സംഹാരം ചെയ്യുവാനായിട്ട്. और उसका 12वां पद में लिखा हुआ है, क्योंकि उस रात को मैं मिस्र देश के बीच में होकर जाऊंगा और मिस्र देश के क्या मनुष्य क्या पशु सबकी पहले टांग को मारूंगा और मिस्र के सारे देवताओं को भी मैं दंड दूंगा। मैं यहोवा हूं। ഇവിടെയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി വരുന്നത്. എന്നാൽ 13-ാമത്തെ വാക്യം, the blood will be the sign for you on the house where you are, and when I see the blood, praise the Lord, I will pass over you. Hallelujah. आमीन। यहाँ पे जो है उसका 13वां आयत में इस विश्वास की बात आते हैं। 13वां आयत में बोल रहा है, और जिन घरों में तुम रहेंगे उन पर वो लहू तुम्हारे लिए चिन्ह ठहरेगा, अर्थात मैं उस लहू को देखकर तुमको छोड़ जाऊंगा, और जब मैं मिस्र देश के लोगों को मारूंगा तब वो विपत्ति तुम पर न पड़ेगी और तुम नष्ट न होंगे। ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, വളരെ ശ്രദ്ധിച്ചേ. ഈ യഹോവയുടെ ദൂതൻ, അല്ലെങ്കിൽ യഹോവ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ ദൂതൻ വന്ന്, അല്ലെങ്കിൽ ദൈവം തന്നെ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ വന്ന് നോക്കുമ്പോൾ, ഈ സെപ്പറേഷന് വേണ്ടിയുള്ള ഒരേ ഒരു അടയാളം എന്ന് പറയുന്നത് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും നിങ്ങൾ പുരട്ടിയ ആ കുഞ്ഞാട്ടിന്റെ, ആടിന്റെ രക്തമാണ്. और यहाँ पे जो है स्वर्गदूत के बारे में, मगर स्वर्गदूत है या प्रभु खुद है, वहां पे जो है हमें बता रहा है कि हवा खुद जो है नीचे उतरते हैं। तो यहाँ पे वो जो आ रहा है पहला उठा को मारने के लिए, वो आपके घर में नहीं आने का चिन्ह यही है कि आप अपना चौखट पर जो है इस मेमना का जो है लहू को आपने छिटकाया गया है, वही एक चिन्ह के रूप में ठहराएगा। അവിടെ ആടിനെ കൊന്നാൽ പോരാ, ആടിന്റെ രക്തം എടുത്തു വെച്ചാൽ പോരാ, അത് കാണത്തക്ക രീതിയിൽ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അത് ഞാൻ കാണുമ്പോൾ, നിങ്ങൾ ആ പദം ശ്രദ്ധിക്കണം, അത് ഞാൻ കാണുമ്പോൾ, ഏത് ഞാൻ കാണുമ്പോൾ? രക്തം ഞാൻ കാണുമ്പോൾ I will pass over. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പാസ് ഓവർ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം കാണാതെ പോകുകയാണ്, ദൈവം മുന്നോട്ട് പോകുകയാണ്. പാസിംഗ് ഓവർ ദി ഇസ്രായേലൈറ്റ്സ്. പ്രൈസ് ദി ലോർഡ്. और यहाँ पे बता रहा है कि आप लोग मेमना को लेना काफी नहीं है, मेमना को मारना काफी नहीं है, मगर वहां पे लिखा हुआ है कि आपके द्वार के दोनों अलंगों और चौखट के सिरे पर उसको लगाना है, क्योंकि जब मैंने इस लहू को जब देखने के वक्त में, इस लहू को मैं देखने के वक्त में आप लोगों को छोड़कर मैंने जाएंगे। अंग्रेजी में उसको पास ओवर कहा जाता है, क्योंकि आपको छोड़कर मैंने आगे बढ़ेंगे। ഓ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ നടന്ന വലിയ അത്ഭുതങ്ങളിൽ ഒരെണ്ണം എന്ന് പറയുന്നത്,
മിസ്രൈമിലെ എല്ലാ കഴിഞ്ഞൂലുകളും മരിച്ചു എന്നുള്ളതായിരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ വലിയതായ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ ആരും മരിച്ചില്ല എന്നുള്ളതാണ്. ക്രൈസ്തവ. और वहां पे सबसे बड़ा जो है अद्भुत का खूबी यही है कि मिस्र देश की पहलौटा का सारा जो है पहलौटा जब मारा डाला है, इस्राएल का एक भी पहलौटा को कुछ भी हानि नहीं हुआ. അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രായേൽ മക്കളുടെ ഒരു ആദ്യജാതൻ പോലും ബൈ മിസ്റ്റേക്ക് മരിച്ചില്ല. അയ്യോ, ദൈവത്തിന് ഒരിക്കലും അബദ്ധം പറ്റിയില്ല. ഒരാള് പോലും അയ്യോ ഒരാളെ ഞാൻ അറിയാതെ കൊന്നു എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കത്തക്ക രീതിയിൽ ഈ കുഞ്ഞാടിന്റെ രക്തം അടയാളമായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. और हम लोग समझना चाहिए इस मेमना का लहू एक चिन्ह के रूप में ठहराया गया, क्योंकि प्रभु को कुछ भी गलती नहीं हुआ. इसराइलियों का एक भी पहलौटा गलतियों से भी नहीं मारा डाला, क्योंकि प्रभु इस चिन्ह को देखकर, मेमना का लहू का चिन्ह जो चौखट पर देखकर उस परिवार को छोड़कर आगे चला गया. മോശ അത് വിശ്വസിച്ചു. ദൈവം അവരോട് പറഞ്ഞപ്പോൾ മോശ അതുകൊണ്ടാണ് ബൈ ഫെയ്ത്ത് ഹി കെപ്റ്റ് ദ പാസ് ഓവർ. അത് ഇസ്രായേൽ മക്കൾ എല്ലാവരും അനുസരിച്ചു. ദേ ഒബേഡ് ഇംപ്ലിസിറ്റ്ലി എന്ന് നമ്മൾ മനസ്സിലാക്കണം. तो जब जो है मूसा इस बातों को इसराइलियों को जो बोला, वे लोग उसको माना और वे लोग उस विधि को मानने के लिए भी तैयार हो गया. നിങ്ങളൊന്ന് ചിന്തിച്ച്, അതിൽ ഒരു ഇസ്രായേലിൻ പറയുകയാണ്, ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഒരു കുഞ്ഞാടിന്റെ രക്തം കർക്കളമാലും കുറുമ്പിടിമേലും പുരട്ടിയാൽ എങ്ങനെയാ മരണദൂതൻ മാറിപ്പോകുന്നത്? അതുകൊണ്ട് ഇത് ഒരു ചുമ്മാ പറയുന്ന ഒരു കഥയാണ്, ഇറ്റ്സ് നോട്ട് ലോജിക്കൽ എന്ന് പറഞ്ഞ് അവൻ ചെയ്യാതിരുന്നാൽ അവനും മിസ്രൈമിനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ വരും. मान के चलिए एक इसराइली बता रहा है कि मूसा आपने जो कहने में कोई लॉजिक नहीं है, क्योंकि मैंने एक मेमना को काटकर उसका लहू चौखट पर लगाने से मृत्यु कैसे नहीं आएंगे करके जो है आप बता रहा है, उसमें जो है मुझे कोई युक्ति नहीं लग रहा है, इसलिए हम उसको करना नहीं चाहता है. मान के चलिए ऐसे अगर कोई इसराइली बोलेगा तो मिस्र देश का लोग और उनके परिवार के अंदर में कोई फर्क हमें नजर नहीं आएगा. നിങ്ങൾ മനസ്സിലാക്കണം, വളരെ ആഴമേറിയ ഒരു ആത്മീക അർത്ഥം ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുക, ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ എന്റെ ആദ്യജാതൻ, ഇസ്രായേൽ എന്റെ രാജ്യം, എന്റേതായ പൊസഷൻ എന്ന് പറയുന്ന യഹോവ ഇവിടെ ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കവണന്റ് റിലേഷൻഷിപ്പിലേക്കുള്ള യാത്രയുടെ തുടക്കമായിട്ട് ഇവരോട് പറയുകയാണ്, പെസഹ നിങ്ങൾ ആചരിക്കണം. और इसराइलियों के बारे में परमेश्वर का वचन बोलते हैं कि इसराइल मेरा पहलौठा है, लेकिन उस रिश्ता को जो है और जो है मजबूत करने के लिए परमेश्वर जो है इसराइलियों को बोल रहा है, तुम लोगों को फसह जो विधि को मानना पड़ेगा. ഒരു കവണന്റിലേക്ക് അവരെ കൊണ്ടുവരികയാണ്, ഒരു ഉടമ്പടിയിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. ഇതുവരെയുള്ള ബന്ധങ്ങളെല്ലാം ദൈവത്തിന്റെ ജനമാണ്, അബ്രഹാമിന്റെ മക്കളാണ്, അവനോട് വാഗ്ദത്തം ചെയ്തതെല്ലാം ശരിയാണ്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നിങ്ങൾ വരണം. പ്രൈസ് ദി ലോർഡ്. हालेलुया. परमेश्वर के लिए इसराइली जो है अब्राहम का संतान है और परमेश्वर का पहलौठा है, लेकिन उसके बावजूद भी परमेश्वर के साथ जो रिश्ता को अटूट करने के लिए प्रभु बोल रहा है, तुम लोग एक वाजा बांधने का जरूरत है, एक वाजा पर तुम लोग आने का जरूरत है, वो वाजा बांध कर ही तुमको आगे बढ़ने का जरूरत है. ഇതുവരെ അവർക്ക് നിയമങ്ങളില്ലായിരുന്നു. അവരെല്ലാം ഫറവോന്റെ അടിമകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ദൈവം മോശയിലൂടെ അവരെ വിടുവിക്കുവാനായിട്ട് വരുമ്പോൾ ദൈവം ഇതൊന്നും ചെയ്യാതെ തന്നെ, വളരെ ശ്രദ്ധിക്കുക, ഇതൊന്നും ചെയ്യാതെ തന്നെ ഇസ്രായേലിനെ വിടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കും. എന്നാൽ വരുവാനായിട്ട് പോകുന്ന ഒരു പരമയാഗത്തിന്റെ നിഴലാണ് ഈ പാസ് ഓവർ എന്നുള്ളത് കൊണ്ട്
ഇവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്, നിങ്ങൾ എൻ്റെ ജനമാണ്, നിങ്ങൾ വാഗ്ദത്തത്തിന്റെ സന്തതികളാണ്. എന്നാൽ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വിടുതൽ വേണമെങ്കിൽ, സംഹാരകനിൽ നിന്ന് നിങ്ങൾ വിടുതൽ വേണമെങ്കിൽ നിങ്ങൾ പെസഹ ആചരിച്ചേ മതിയാകുകയുള്ളൂ. तो प्रभु को जो है बिना कुछ करते हुए इस्राएलियों को वहां से छुड़ा सकता है, इतना विधि कार्यक्रम करने का कोई जरूरत नहीं है। लेकिन प्रभु जो है बोल रहा है, आने वाला दिन में एक जो है एक याग, एक बलि जो है होने वाला है। उस बलि को प्रतिनिधान करने के लिए आप लोग अभी तक कोई कानून के अंदर में नहीं था, अभी तक कोई नियम के अंदर में नहीं था, लेकिन अब से जो है आप लोग मेरे जो है इच्छा के आधार पर चलाने के लिए आप लोगों को यह कार्यक्रम करना पड़ेगा। ഇതിനെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. मैंने 3 बातों को बोलकर जो है आगे बढ़ेंगे. The how of the Passover. Passover എങ്ങനെയാണ് ആചരിക്കേണ്ടത്? നമ്പർ 2, the what of Passover. Passover എന്താണ് എന്ന് നമ്മൾ പഠിക്കും. 3, the why of Passover. എന്തുകൊണ്ട് പാസ്ഓവർ നമ്മൾ ആചരിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. 3 കാര്യങ്ങൾ. तो हम लोग फसहा का 3 कोण से हम लोग देखेंगे. एक जो है फसहा कैसे जो है मनाया जाना है, और फसहा क्यों मनाया जाना है, और फसहा किस लिए मनाया जा रहा. Praise the Lord. Very good. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ രക്ഷയുടെ ആഴം നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത്. ये 3 बात हम लोग जो है गहराई से जब समझेंगे, तभी हमारा उद्धार का जो है गहराई को हम लोग समझ पाएंगे. ആദ്യമായിട്ട് പറയുകയാണ്, there is a how. ഇത് ചുമ്മാ എങ്ങനെയെങ്കിലും ആചരിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും ആചരിച്ചാൽ പോരാ. ഒന്ന്, it has to be ceremonially observed. ഇതിനെ ഒരു സെറിമോണിയൽ ആസ്പെക്ട് ഉണ്ട്, ഇതിനൊരു ആചാരത്തിന്റെ ആസ്പെക്ട് ഉണ്ടെന്ന് ആദ്യമായിട്ട് ദൈവം അവരോട് പറയുകയാണ്. और यहाँ पे इसराइलियों को बता रहा है कि ये जो है फसहा आप लोग जैसे अपना मर्जी के आधार पर तो मनाने का चीज नहीं है, उसमें एक रीति रिवाज है, एक विधि जो है उसमें जुड़ा गया है. उस विधि के आधार पर ही आप लोग को इसको मानना पड़ेगा. ഇവിടെ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന കുഞ്ഞാട്, ആട്, the lamb shall be without blemish എന്നുള്ളതായിരിക്കണം, ബ്ലെമിഷ് ഇല്ലാത്തതായിരിക്കണം. 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. ബ്ലെമിഷ്ലെസ് ആയിരിക്കണം. അതൊരു ആടാടായിരിക്കണം, മെയിലായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. എന്നിട്ട് ഇതിനെ കൊല്ലണം. और यहाँ पे जो है मेमना के लिए भी कुछ विधि बताया गया है कि तुम्हारे मेमना निर्दोष होना चाहिए और 1 वर्ष का नर होना चाहिए. इस प्रकार के एक विधि जो बताने के बाद प्रभु बोल रहा है, इसके बाद उसको मार डालना है और उसको काटना है. അപ്പോൾ ഇതിന്റെ സെറിമോണിയൽ പാർട്ട് എന്ന് പറയുന്നത് കുഞ്ഞാട്, ബ്ലെമിഷ്ലെസ് ആയിരിക്കുന്ന ഒരാട്, ഊനമില്ലാത്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന്റെ പൂർത്തീകരണം നടന്നത് എവിടെയാണെന്നറിയാമോ? ക്രൂശിൽ അതിന്റെ പൂർത്തീകരണം നടന്നു. പൗലോസ് പറയുകയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. और देखिए यहाँ पे जो है उसका विधि यही है कि एक मेमना को मारने का विधि के बारे में जो है हमें समझाना यही है कि उसका पूर्तिकरण हमें देखता है कि क्रूस पर हम लोग देखते हैं, क्योंकि पत्रोस बोल रहा है कि हमारे लिए एक मेमना जो है बलि हुआ है, तो उसका हमारा जो उद्धार का पूर्तिकरण वहां पे हमें दिखाई देते हैं. ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിലോട്ട് വരുന്നുണ്ട്, വൈ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു സെറിമോണിയൽ ആസ്പെക്ട് ഉണ്ട്. ചുമ്മാ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, ഇതിനെ അതിൻ്റെതായ ഒരു രീതി ഉണ്ടെന്ന് ദൈവം അവരോട് പറയുകയാണ്. there is a procedure to do this. तो यहाँ पे जो है प्रभु बता रहा है कि आप लोग अपना मर्जी पर वैसे ही जैसे चाहते हैं वैसे ही करने का चीज नहीं है. उसके लिए एक विधि मैंने बोल रहा हूं, उस विधि के आधार पर ही मेरा कार्यक्रम करना है. അത് മാത്രമല്ല, നിങ്ങൾ ഇതിനെ ആചരിക്കുമ്പോൾ it has to be gratefully commemorated. ഒരു വളരെയധികം നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി വേണം നിങ്ങൾ ഇതിനെ ആചരിക്കുവാൻ. ഇതിനെ ഒരു നന്ദിയുള്ള ഹൃദയമുണ്ട്. ഗ്രേറ്റ്ഫുള്ളി കമോമറേറ്റഡ് 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അത് കാണുകയാണ്.
और उसका 14 पद में जो है प्रभु बता रहा है कि ये जब आप मनाने के समय में कि स्मरण दिलाना है कि प्रभु कैसे आप लोगों का जीवन को छुटकारा दिया है, और एक धन्यवाद दिल के साथ आप लोग को इसको मनाना चाहिए। ഇത് ഒരു പ്രാവശ്യം ഈജിപ്തിൽ വെച്ച് ചെയ്താൽ പോരാ, നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രോമിസ്ഡ് ലാൻഡിലും വിൽഡർനെസ്സിലും നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും ഇത് തലമുറ തലമുറയായിട്ട് ആചരിക്കേണ്ടതായ ഒരു കാര്യമാണ്. കാരണം ഈ ദിവസമാണ് ദൈവം നിങ്ങളെ ഒരു കവണന്റ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ മറക്കരുത്. Praise the Lord. और प्रभु ये बता रहा है कि आप लोगों को एक वाचा का जो है अंदर में मैंने लाया हुआ समय यही है, इसलिए ये एक बार जो है पर्व मानकर जो है कदम करना नहीं है। आप लोग जंगल में सफर करने के वक्त में जो वायदा किया हुआ देश में पहुंचने के बाद भी ये पर्व जो है मनाने जाना है, क्योंकि आप लोगों को मैंने छुड़ाया है, याद आपको हमेशा रहना चाहिए। ഇന്നും ഇസ്രായേലിൽ ഇത് ആചരിക്കപ്പെടുന്നുണ്ട്. അവർക്ക് മനസ്സിലായിട്ടില്ല ഇതിന്റെ പൂർത്തീകരണം ക്രൂശിൽ നടന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇന്നും ഇത് ആചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. और आज भी इस्राएल देश में जो है इस पर्व को जो है मनाया जाता है, क्योंकि उस पर्व का पूर्तिकरण क्रूस पर जो है कदम हुआ, लेकिन ये बात वे लोग नहीं मानते हैं और वे लोग पुराना विधि के आधार पर अभी भी जो है इस पर्व को मनाए जाते हैं। ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയവും ഇതുപോലെ നന്ദിയാൽ നിറഞ്ഞിട്ട് വേണം ക്രൂശ് മരണത്തെ നമ്മൾ ധ്യാനിക്കുവാൻ. ക്രൂശ് മരണം 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണെങ്കിൽ പോലും അതിനെ ഗ്രേറ്റ്ഫുള്ളി കമോമറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് when we come to celebrate the Lord's Supper. Praise the Lord. നമ്മൾ മേശയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെ ഓർക്കുകയാണ്, കർത്താവേ പെസഹ കുഞ്ഞാട് എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടു. हालेलुया. तो हम लोग जो है उस गंभीरता के साथ हमारा जो है जो प्रभु भोज के पास जब आते हैं, हमें वही सोच के साथ वही गंभीरता के साथ हम आना चाहिए, क्योंकि प्रभु का मेमना हमारे लिए जो है बलिदान हुआ है। അതുകൊണ്ടാണ് when we celebrate Lord's Supper we need to be extremely careful to commemorate. കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചതായ ആ ക്രൂശ് മരണത്തെ ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മൾ അതിൽ നിന്നും പങ്കുകൊള്ളുവാനായിട്ട്. तो इसलिए प्रभु ये कहते हैं कि जब हम प्रभु भोज में शामिल हो जाते हैं कि प्रभु ने हमारे लिए मृत्यु सहा है, मेमना हमारे लिए बलि हुआ है, उस बातों को याद कर कर हम उस प्रभु भोज में शामिल होना चाहिए। അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ ലക്ഷക്കണക്കിനുള്ള ഇസ്രായേൽ മക്കളിൽ നിന്നും അല്ലേ എത്രയോ ആദിജാതന്മാർ ഉണ്ടായിരുന്നു. ആ ആദിജാതന്മാരിൽ ഒരാളെ പോലും നഷ്ടപ്പെടാതെ ദൈവം മറുഭാഗത്ത് നിന്നുകൊണ്ട് കവണന്റ് കാത്തുവെങ്കിൽ അതിന്റെ ഭാഗമാകുവാൻ ദൈവം നമ്മളെ വിളിച്ച വിളി എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമല്ല. അവൻ നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. हालेलुया। उसका दूसरा भाग यही है कि प्रभु जो है हमारे साथ एक वादा बांधने के लिए इतना बड़ा कार्यक्रम जो है किया है। वो बुलाहट जो है एक साधारण बुलाहट नहीं है, प्रभु ने बहुत कीमत जो है चुकाकर हमें जो है बुलाया है, उसका गंभीरता हमें हमेशा समझना चाहिए। ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആയതുകൊണ്ട് ഇത് നിങ്ങൾ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. മാത്രമല്ല നിങ്ങൾ ഇതിനെ സെറിമോണിയൽ ഒബ്സർവേഷൻ മാത്രമല്ല, ഗ്രേറ്റ്ഫുള്ളി കമോമറേഷൻ മാത്രമല്ല, ഇത് ജോയ്ഫുള്ളി സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ആഘോഷിക്കണം. ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് മറ്റൊന്നിലുമല്ല, നമ്മുടെ രക്ഷയുടെ സന്തോഷമാണ്. हालेलुया। तो इसलिए जो है मैंने आपको बता रहा है कि प्रभु भोज हम लोग करने के वक्त में हम लोग जो है उसको गंभीरता से मनाना चाहिए, धन्यवाद के दिल के साथ मनाना चाहिए, साथ ही साथ हम खुशी से भी मनाना चाहिए, क्योंकि हमारा जो है उद्धार जो है हुआ है, वो खुशी वो हर्ष जो है हमारा हृदय के अंदर में होना है। നിങ്ങളൊന്ന് ചിന്തിച്ച്, അവർക്ക് ലഭിച്ച താൽക്കാലികമായ ഒരു വിടുതലാണ് ഈജിപ്തിൽ നിന്നും, എന്നാൽ നമുക്ക് ലഭിച്ചത് നിത്യമായ വിടുതലാണ്. Praise the Lord. അപ്പോൾ how much more we should be grateful because of the Lamb.
और आप लोग जरा सा समझ लीजिए, उन लोग को जो मिला हुआ छुटकारा एक जो है अस्थाई छुटकारा हुआ था, लेकिन हमें जो छुटकारा हुआ, उद्धार हुआ, वो अस्थाई नहीं है मगर स्थाई एक छुटकारा हमें मिला है। तो हम कितना ज्यादा प्रभु के सामने धन्यवाद के दिल दिखाना चाहिए। അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ജോയ് എന്ന് പറയുന്നത്, ക്രിസ്തീയ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് താൽക്കാലികമായ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, നിത്യരക്ഷയുടെ ആനന്ദം, നിത്യരക്ഷയുടെ സന്തോഷത്തെ നമ്മിൽ നിന്നും അപഹരിക്കുവാൻ യാതൊരു ശക്തിക്കും സാധിക്കയില്ല. ഇതൊരു താൽക്കാലികമായ ഒരു വിടുതലല്ല, നിത്യമായ 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 രക്ഷയാണ്. तो इसलिए जो है प्रभु का जो है उद्धार को कोई भी व्यक्ति छीन नहीं सकता है, कोई भी व्यक्ति अपहरण नहीं कर सकता है, क्योंकि प्रभु का उद्धार जो है एक हमेशा के लिए अनंतकाल का एक उद्धार है। Praise the Lord. ഞാൻ മുന്നോട്ട് പോകട്ടെ. എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്, ദ വാട്ട് ഓഫ് പാസ് ഓവർ? അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. और इसका जो है प्राधान्यता क्या है, ये जो है बलि का, ये विधि का प्राधान्यता क्या है, उसको भी हमें आगे को समझना है। ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എ ഡെലിവറൻസ് ഫ്രം ഡെത്ത്. എന്താണ്? മരണത്തിൽ നിന്നുള്ളതായ ഒരു വിടുതലാണെന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. മരണത്തിൽ നിന്നും ഒരു വിടുതലാണ് അവർക്ക്. और सबसे पहले हमें ये समझना चाहिए, ये जो है मृत्यु से पार होने वाला, मृत्यु से एक छुटकारा है। അപ്പോൾ ഇത് അവർ കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടിയില്ലെങ്കിൽ അവർക്ക് അന്നത്തെ ഭക്ഷണം ലഭിക്കുകയില്ല എന്നുള്ളതല്ല അതിന്റെ കോൺസിക്വൻസ്. അന്ന് രാത്രി അവരുടെ അവസാനത്തെ രാത്രി ആയിരിക്കും. और जो है इसका अर्थ ये है कि अगर आप लोग जो है इसका लहू जो है चौखट पर नहीं चिटकाने से आपको रात का खाना नहीं मिलेगा, वो बात नहीं है। उस रात जो है उन लोग का आखिरी रात हो जाएगा। അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമ്മെ വിടുവിച്ചത് താൽക്കാലികമായ ഒരു സംഭവത്തിൽ നിന്നല്ല, നിത്യമായ മരണത്തിൽ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. और प्रभु यीशु मसीह का लहू भी हमें जो है छुटकारा दिया है, एक अस्थाई जो है मृत्यु से नहीं मगर स्थायी मृत्यु से, अनंतकाल का नरक से हमें जो है बचाया है। അത് മാത്രമല്ല, മരണത്തിൽ നിന്ന് മാത്രമല്ല, ദീർഘകാലമുള്ള അവരുടെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലാണ് അവർക്ക് ലഭിച്ചത്. ഫ്രീഡം ഫ്രം സ്ലേവറി. और केवल वो नहीं, उन लोगों को जो मिला हुआ छुटकारा एक गुलामी से जो है भी छुटकारा मिला है। 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, commemorate this day, the day you came out of Egypt, out of the land of slavery, the land of slavery. तो यहाँ पे 13 का 3रा पद में इस प्रकार लिखा है कि फिर मूसा ने लोगों से कहा, इन दिनों को स्मरण रखो जिसने तुम लोग दासत्व की घर अर्थात मिस्र से निकल आए हो। Praise the Lord. അത് തന്നെയാണ് നമുക്ക് ലഭിച്ചത്. നമുക്ക് നിത്യമായ രക്ഷ ലഭിച്ചു. അത് മാത്രമല്ല, നിത്യമായ മരണത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചു. അത് മാത്രമല്ല, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മളെ അവൻ വിടുവിക്കുവാനിടയായി തീർന്നു. അതാണ് നമ്മുടെ പെസഹ കുഞ്ഞാടിന്റെ മരണം കൊണ്ട് നമുക്ക് സാധിച്ചത്. ഹല്ലേലൂയ, हालेलुया। हमारा जो है फसह का मेमना से हमें क्या फायदा मिला कि हमें अनंतकाल का उद्धार मिला है, हमें मृत्यु से उद्धार मिला और हमें पाप से भी उद्धार मिला। ഓ ദ ലാൻഡ് ഓഫ് സ്ലേവറി, പാപത്തിന് അടിമത്തത്തിൽ കിടന്ന നമ്മെ പൗലോസ് പറയുന്നുണ്ട് അല്ലെ, പാപത്തിലായിരുന്നു, മരണത്തിലായിരുന്നു, നമ്മളെ ജീവങ്കിലേക്ക് നമ്മളെ കൊണ്ടുപോയി. പാപസംബന്ധമായി നമ്മൾ ഇനി മരിച്ചു, കാരണം ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാണ്. और प्रभु जो है पौलुस जो है बता रहा है कि क्रूस की ओर जो है प्रभु ने हमारे लिए जो है जयवंत हुआ, इसलिए पाप का जो है जो गुलामी से, पाप का जो है दासत्व से प्रभु ने हमें छुटकारा दे दिया। പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പേഴ്സണൽ ആണ്. ഇങ്ങനെയല്ല, ആദ്യത്തെ വീട്ടിൽ രക്തം കണ്ടപ്പോൾ ദൈവം പറഞ്ഞു അത് ശരിയായിരിക്കും, എല്ലാവരും ചെയ്തു കാണും, അതുകൊണ്ട് എല്ലാവർക്കും അങ്ങ് രക്ഷ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് മടങ്ങിപ്പോകുകയല്ല. ഓരോ വീട്ടിലും ഓരോ വീട്ടിലും ഓരോ വീട്ടിലും ഒരു ഗോത്രത്തിന് ഒരെണ്ണമല്ല, ഒരു രാജ്യത്തിന് ഒരെണ്ണമല്ല, ഓരോ വീടുകളിലും ഓരോ ആദിജാതൻ മരിക്കാതിരിക്കണമെങ്കിൽ അവരവരുടെ വീടുകളിൽ രക്തം അടയാളമായിരിക്കണം. तो आपको ये समझना चाहिए, उद्धार जो है व्यक्तिगत है, उद्धार जो है व्यक्तिगत है, क्योंकि एक परिवार में जो है लहू देखने से प्रभु ने ये नहीं सोचा
कि मैंने जो कहा है वो विधि सारा लोग माना होगा, इसलिए सारे लोगों को छोड़ देंगे। वैसे प्रभु ने नहीं किया कि एक एक लोगों का जिंदगी में प्रभु देखा, एक एक लोगों का परिवार को प्रभु देखा, उसके आधार पर उद्धार जो है दिया है। इसलिए हमारा उद्धार जो है जो है सामूहिक उद्धार नहीं होते हैं, मगर वो व्यक्तिगत है। आप जो है प्रभु को मानेगा तब आपका उद्धार होते हैं। ക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. ക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ട് എല്ലാവർക്കും രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള ഒരു സാധ്യത വെളിപ്പെട്ടു. എന്നാൽ അത് നമ്മൾ പേഴ്സണലായിട്ട് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ രക്തമടയാളമായി വരികയാണ് ക്രൂശിന്റെ രക്തം. ഹല്ലേലൂയ. और जो है यीशु मसीह क्रूस पर मरा है, इसलिए सारे मानव जाति को उद्धार मिला है। वैसे हम नहीं सोच सकता है, पूरा मानव जाति के लिए तो यीशु तो मरा है, लेकिन जब हम यीशु मसीह पर विश्वास करने के वक्त में उनका लहू हमारा जीवन में एक चिन्ह के रूप में हो रहा है, उस चिन्ह जो है हमें जो है बचाते हैं। അത് മാത്രമല്ല, ദൈവം ഇത് ചില ദിവസങ്ങൾക്ക് മുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ ആരും ഇനി കേട്ടില്ല എന്ന് വിചാരിച്ച് പറയോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. മോശയോട് പറഞ്ഞു, എല്ലാവരും ഇത് അറിയണം. ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. ഇത് നാളത്തെ ഭക്ഷണത്തിന്റെ കാര്യമല്ല, ജോലിയുടെ കാര്യമല്ല. ഇത് മരണവും ജീവനും തമ്മിലുള്ളതായ അടയാളത്തിന്റെ സെപ്പറേഷന്റെ കാര്യമാണ്. അതുകൊണ്ട് ഇസ്രായേലിലുള്ള എല്ലാവരും, അടിമത്തത്തിലുള്ള എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളത് ദൈവത്തിന് നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു. तो प्रभु को ये जो है बात बहुत स्पष्ट में बताना चाहिए। स्पष्ट में मूसा को बताया कि इसराइलियों का सारा जन जो है बातों को समझना चाहिए, क्योंकि कल कोई भी नहीं बोलना चाहिए हमने नहीं सुना था। इसलिए सारे इसराइलियों को ये बोलना चाहिए कि आप लोगों को करने वाला विधि यही है कि बचने के लिए आप लोगों को यही करना चाहिए। ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്താൽ കേട്ടു. അതുകൊണ്ടാണ് അവർ കേട്ടതിനെ വിശ്വാസത്താൽ അവർ ആചരിക്കുവാനിടയായി തീർന്നു. മോശയിൽ നിന്നും അവർ കേട്ടത് സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അതിനെ വിശ്വാസത്തിൽ ആചരിച്ചു. അല്ലാതെ ഒരു വീട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് കണ്ടിട്ട് ശരിയാണെങ്കിൽ ഇവിടെയും ചെയ്യാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ നഷ്ടപ്പെട്ടു പോയി. तो इसलिए जो है वे लोग विश्वास के आधार पर जो है इस पर्व को माना, क्योंकि वे लोग ये नहीं सोचा कि उस घर में हो रहा है तो मेरे घर में भी उद्धार आएगा। वैसे नहीं सोचा है कि वो लोग जो है व्यक्तिगत तौर से करने के लिए तैयार हुआ। പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, അത് കനാനിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാണ്. केवल वो नहीं, ये जो है कार्यक्रम एक शुरुआत था कि कनान देश की ओर से उन लोग का निर्गमन का। മരണത്തിൽ നിന്നുള്ള വിടുതലും സ്ലേവറിയിൽ നിന്നുള്ള വിടുതലും അവിടെ വെച്ച് നിങ്ങളെ ഒരു ലിംബോ സ്റ്റേറ്റിൽ നിർത്തുകയല്ല, കനാനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ 13-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. After the Lord brings you into the land of Canaanites and give it to you as he promised to you and your ancestors. Hallelujah. तो ये जो है छुटकारा, उन लोगों को मृत्यु से छुटकारा मिला और दासत्व से छुटकारा मिला। इसके बाद जैसे चाहे वैसे जीने के लिए नहीं है, मगर वहां से उन लोगों को ले जा रहा है कनान की ओर। वो पद जो है हम लोग 13 का 11 पद में पढ़ते हैं, फिर जब यहोवा उस शब्द को अनुसार जो उसने तुम्हारे पुरखाओं से और तुमसे भी खाई है, तुम्हें कनानियों के देश में पहुंच जाकर उसे तुम्हें दे देगा। Praise the Lord. നമുക്കും ഒരു eternal hope ഉണ്ട്. റൈറ്റ്, ഞാന് അവരുടെ കനാൻ നമ്മുടെ സ്വർഗനാടായിട്ട് ഞാൻ അതിനെ താരതമ്യപ്പെടുത്തുകയല്ല, പക്ഷെ ആ ഹോപ്പ് ഓഫ് ദ ജേർണി, ഹോപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യാശയാണ്. അവർക്ക് ലഭിച്ചത് താൽക്കാലികമായ ഒരു കനാനാണെങ്കിൽ നമുക്ക് ദൈവം വെച്ചിട്ടുള്ളത് നിത്യമായ ഒരു വാസസ്ഥലമാണ്. Praise the Lord. The great hope of the journey. और जो है मैंने नहीं बोल रहा है कि उन लोगों को कनान मिला इसलिए वो कनान स्वर्ग को जो है सदृश्य है, इस प्रकार मैंने बोलना नहीं चाहता हूं। लेकिन उन लोगों को एक आशा मिला, एक महान आशा मिला। उस प्रकार एक महान आशा प्रभु हमें भी दिया गया है कि हमें भी ले जाने का एक वायदा प्रभु जो है किया गया। Praise the Lord. നമ്മൾ വിശ്വാസത്തിൽ
നമ്മൾ ആ യാത്ര ചെയ്യുമ്പോൾ ലിറ്ററലി നമ്മൾ എത്തുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ഈ രക്ഷ കൊണ്ട് നമുക്ക് സാധിക്കുവാൻ ഇടയാക്കുന്നത്. और हम लोग जो है विश्वास के साथ इस सफर जब करने के वक्त में हमें पहुंचने वाला एक जगह होते हैं, उस जगह पर प्रभु हमें पहुंच जाएंगे। वो जो है इस सफर का सबसे मुख्य बात होता है। हालेलुया। നമുക്കൊരു നിഴലാണ്. ഇന്ന് നമ്മൾ ആ പൊരുളിൽ വിശ്വാസത്തിൽ ജീവിക്കുകയാണ്. ഇനി നമ്മൾ ഒരു ദിവസം നമ്മുടെ നിത്യദേശത്ത് എത്തുവാനായിട്ട്. और ये जो है हमारे लिए एक छाया का रूप में दर्शाया गया है, और हम लोग जो है उसका असलियत में हम लोग आएंगे। एक दिन हम प्रभु ने वायदा किया हुआ देश में हम पहुंच जाएंगे। അപ്പോൾ ഈ പാസ് ഓവർ എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അവർ ആചരിച്ചു, വിശ്വാസത്താൽ അവർ ആചരിച്ചു എന്ന് പറയുന്നതിന്റെ കാരണം അതിന്റെ സിഗ്നിഫിക്കൻസ് അവർക്ക് മനസ്സിലായി. അത് എങ്ങനെ ആചരിക്കണമെന്ന് അവർക്ക് മനസ്സിലായി. അതുമാത്രമല്ല, ഇതിൽ ഒരു ആത്മീകമായ ഒരു ഫോർവേഡ് ലുക്കിംഗ് അർത്ഥമുണ്ട്. അതാണ് നമ്മൾ ഇനി കാണുവാനായിട്ട് പോകുന്നത്. और वे लोग विश्वास के साथ इस पर्व को माना है, और साथ ही साथ इसमें आगे को देखने का जो है मतलब भी इसमें छिपा हुआ है, उसी के बारे में आपसे मैंने बोलेंगे। അപ്പോൾ നമ്മൾ ഇത് മുൻപും കാണുവാനിടയായി തീർന്നു. അപ്പോൾ ഇതിന്റെ യഥാർത്ഥമായ വായ്പാട്ട് ദൈവം ഇവരെ ഒരു കവണന്റ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുവാനുള്ള കാരണം എന്ന് പറയുന്നത് സകല ജാതികൾക്കും വരുവാനുള്ള ഒരു രക്ഷയുടെ ദിവസം വരുന്നുണ്ട്. അന്ന് മരിക്കുവാനായിട്ട് പോകുന്നത് ലോകപ്രകാരമുള്ള ഊനമില്ലാത്ത ഒരു ആടല്ല, കുഞ്ഞാടായ നമ്മുടെ കർത്താവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. और वे लोग जो है कैन यू रिपीट प्लीज? യാ, അപ്പോൾ ഇതിന്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇപ്പോൾ മരണപ്പെട്ടത് ഒരു താൽക്കാലികമായ രീതിയിലുള്ള ഒരു ആട്, എന്നാൽ ക്രൂശിൽ മരിക്കുവാനായിട്ട് പോകുന്നത് ഒരു അൾട്ടിമേറ്റ് സാക്രിഫൈസ് ആണ്, ഒരു പൂർണ്ണതയുള്ള യാഗമാണ്. അതിന് കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന കുഞ്ഞാട് നമുക്ക് വേണ്ടി മരിച്ചു. और यहाँ पे जो है एक बात समझना चाहिए, अभी जो हुआ है एक साधारण मेमना का मृत्यु या बलि हुआ है, लेकिन इस मृत्यु हमें आगे को ले जा रहा है कि एक जो है मेमना जो यीशु मसीह वो कालवरी पर जो है हमारे लिए मानव जाति, सारे मानव जाति के लिए जो है बलिदान हुआ, वो हमारे उद्धार के लिए जो है बलिदान हुआ, उसी को ये बात जो है दर्शाते हैं। അപ്പോൾ ഈ കുഞ്ഞാടിനെ കുറിച്ച് 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. Clean out the old yeast so that you may be a new batch of dough. You are in fact without yeast, for Christ our Passover lamb has been sacrificed. और हम लोग जो है इसके बारे में 1 कुरिन्थी 5:7 में जो है पौलुस जो कह रहा है उस पर ध्यान करेंगे। पुराना खमीर निकाल कर अपने आप को शुद्ध करो कि नया गूंदे हुआ आटा बन जाओ, ताकि तुम अखमीरी हो, क्योंकि हमारा भी फसह जो मसीह है बलिदान हुआ है। ഓ പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ നിർദോഷനാണ്, നിഷ്കളങ്കനാണ്, 3 രീതിയിലുള്ള പൂർണ്ണത അവനുണ്ട്. അവൻ പാപം ചെയ്യാത്തവനാണ്, പാപമില്ലാത്തവനാണ്, പാപം അറിയാത്തവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞാട് ക്രൂശിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെടുവാനിടയായി. और क्रूस पर हमारे लिए जो है बलिदान हुआ, जो मेमना का विशेषता ही है, वो पाप नहीं किया हुआ है, वो पाप को नहीं जानते हैं, और पापी नहीं था, निर्दोष एक मेमना था। इस तीनों गुण का एक मेमना हमारे लिए जो है बलिदान हुआ। പാപം ചെയ്യാത്തവൻ, പാപം ഇല്ലാത്തവൻ, പാപം അറിയാത്തവൻ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒരു കുഞ്ഞാടാണ് നമുക്കുള്ളത്. ആ കുഞ്ഞാടിന്റെ മരണ നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല സകല ജാതികൾക്കും രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു പുതുവഴി തുറക്കപ്പെട്ടു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുവാനിടയായി തീർന്നു. और जो है पाप नहीं किया हुआ, पाप को नहीं जाना हुआ, पाप के बारे में नहीं सोचा हुआ एक मेमना हमारे लिए बलिदान हुआ, जो सारे मानव जाति का उद्धार के लिए बलिदान हुआ है। इसलिए पौलुस उनके बारे में बोल रहा है, क्योंकि हमारा भी फसह जो मसीह है बलिदान हुआ है। Praise the Lord. അപ്പോൾ ഇവിടെ അവരോട് പറഞ്ഞ സെറിമോണിയൽ ആസ്പെക്ട് എവിടെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ക്രൂശിൽ പൂർത്തീകരിക്കപ്പെട്ടു അല്ലേ? നിർദോഷമായ ഒരു ആടിനെ അവിടെ എടുക്കണമെന്ന് പറഞ്ഞു, എന്നാൽ ക്രൂശിൽ അത് സമ്പൂർണമായി നിവർത്തിക്കപ്പെട്ടു.
और इस्राएलियों को बोला हुआ विधि कहाँ पे पूरा हो गया है? उन लोगों को बोला है आप लोग एक निर्दोष मेमना को लेना है, लेकिन निर्दोष मेमना असली में एक निर्दोष मेमना का बलि कहाँ पे हुआ? क्रूस पर जो है हुआ, जो है कई साल के बाद जो है हुआ है, और क्रूस पर जो है यीशु मसीह मानव जाति के लिए बलिदान हुआ। Oh, praise the Lord. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. And they sang a new song. You are worthy to take the scroll and to open its seals, because you were slain. And with your blood you purchased men for God, and every tribe and language and people and nation. നിന്റെ രക്തം കൊണ്ട് നീ സകല ജാതികളെയും വിലയ്ക്ക് വാങ്ങി. Praise the Lord. और प्रकाशित वाक्य 5 का जो है 9 पद में हम लोग इस प्रकार पढ़ते हैं, वो एक नया गीत गाते लगा, तू इस पुस्तक को उस पुस्तक को लेने और उसकी मुहरे खोलने की योग्य है, क्योंकि तूने वध होकर अपने लहू से हर एक कुल और भाषा और लोग और जाति में से परमेश्वर के लिए लोगों को मोल लिया है। Praise the Lord. അത് മാത്രമല്ല, യേശുവിന്റെ രക്തത്തിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാണെന്ന് നമ്മൾ കാണുകയാണ്. വാഷ്ഡ്, we are washed by the blood of Jesus. और यीशु मसीह का लहू का जो है प्राधान्यता हमें और भी समझते हैं कि प्रभु का लहू हमें धोया गया है पाप से। हालेलुया। 1 പത്രോസ് 1:2 വായിക്കണം. ഞാൻ ചില വാക്യങ്ങൾ പറയണം. ഇത് വളരെ തിയറിറ്റിക്കൽ ആയിട്ട് ഡോക്ട്രിനൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് you need to pay very close attention for this. पहला पत्रोस से 1 पदों को आपको पढ़ना चाहिए, क्योंकि ये बात जो है बहुत सैद्धांतिक होने के कारण आप लोगों को बहुत ध्यान पूर्वक रहना बहुत जरूरी है। 1 പത്രോസ് 1:2 പത്രോസ് പറയുകയാണ്, you have been chosen according to the foreknowledge of God the Father through the sanctifying work of the Spirit to be obedient to Jesus Christ and sprinkled with his blood. Did you use the word? Did you notice the word? Sprinkled. और यहाँ पे दूसरा पद में पहला पत्रोस पहला अध्याय दूसरा पद में लिखा है, और परमेश्वर पिता की भविष्य ज्ञान के अनुसार आत्मा के पवित्र करने के द्वारा आज्ञा मानने और यीशु मसीह के लहू के छिटके जाने के लिए चुने गए हैं। यहाँ पे एक शब्द आप देखिए, छिटके जाने के लिए चुना गया। അത് തന്നെയാണ് ഇസ്രായേൽ മക്കളോട് പറയുന്നത്, നിങ്ങളുടെ രക്തം തളിക്കണം. സ്പ്രിങ്കിൾ. അവർ തളിച്ചത് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലുമാണെങ്കിൽ നമ്മൾ തെളിച്ചത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ഹൃദയത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ടു. और वे लोग जो है इस लहू को अपने चौखट पर जो है लगाया गया, वहां पे छिटकाया गया है, लेकिन हम लोग जो है इस लहू को हमारे हृदयों का अंदर में जो है चिटकाया गया, क्योंकि यीशु मसीह हमारे पापों से हमें धोने के लिए हमारे हृदयों में जो है प्रभु का लहू को चिटकाया। അതും വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അല്ലാതെ ലിറ്ററൽ ആയിട്ട് നമ്മൾ ബ്ലഡ് നമ്മുടെ ഹൃദയത്തിൽ ഒഴിക്കുന്നുണ്ടോ? ഇല്ല. അതും വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസ നിമിത്തം അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. और जो है वो भी विश्वास का एक क्रिया होते हैं, क्योंकि यीशु मसीह का लहू हमारा हृदय के अंदर में असली में तो हम लोग नहीं जो है गिरा रहा है या नहीं चिटकाते हैं। हम लोग जो चिटका रहा है विश्वास के द्वारा हम लोग चिटकाते हैं, क्योंकि हम विश्वास करते हैं कि यीशु मसीह का लहू हमें हमारा हर एक पाप से हमें शुद्ध करेगा। എഫേസ്യർ ലേഖനം 2:13 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. But now Christ Jesus, you used to be far away, have been brought near by the blood of Christ. Hallelujah. ക്രിസ്തുവിന്റെ രക്തത്താൽ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ എന്തായി തീർന്നു? സമീപസ്ഥരായി തീർന്നു. आप लोग जो है पदों को नोट कर सकता है कि फिलिपियों का पत्री 2 अध्याय एफेसियंस 2 एफेसियों का पत्री 2 अध्याय उसका 13वां पद में जो है हम लोग इस प्रकार पढ़ते हैं कि वहां पे लिखा है, इस अब मसीह यीशु में तुम जो पहले दूर थे मसीह के लहू के द्वारा निकट हो गया हो। ഓ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രൂശിന്റെ യേശുവിന്റെ രക്തത്തിന്റെ ആ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പാസ് ഓവർ ലാമ്പിനെ
അവരെ ഈജിപ്തിൽ നിന്നും, അവരെ മരണത്തിൽ നിന്നും, അവരെ കനാനിലേക്കുമുള്ള യാത്രയ്ക്ക് വേണ്ടി അവരെ സജ്ജമാക്കിയെങ്കിൽ നിർദോഷനായ കുഞ്ഞാടിന്റെ രക്തം നിമിത്തം നമുക്ക് പാപത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുവാനിടയായി തീർന്നു. നമ്മെ രക്താംബരം പോലെ ചുവന്നിരുന്ന നമ്മുടെ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ശക്തിയുള്ള കുഞ്ഞാടിന്റെ രക്തത്തിനായി ഞാൻ ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിക്കുന്നു. और जो इसराइलियों को छुड़ाने के लिए मिस्र देश से और कनान देश में जो है ले जाने के लिए और जंगल में ले जाने के लिए वो लहू कारण हुआ है, तो हमारा जीवन का छुटकारा के लिए, हमारा जिंदगी को छुड़ाने के लिए, हमें जो है पाप से छुटकारा देने के लिए प्रभु का लहू कारण हुआ. इसके लिए मैंने प्रभु को धन्यवाद करता. അത് ഒരു പ്രാവശ്യമല്ല, അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. 1 യോഹന്നാൻ 1:7 യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഒരിക്കൽ നിങ്ങളെ കഴുകിയതായ രക്തം ഇന്നും നിങ്ങളെ കഴുകിക്കൊണ്ടിരിക്കുന്നു. But we walk in the light as himself in the light. We have fellowship with one another, and blood of Jesus his son cleanses us from all sin. പറയുകയാണ്. और पहला यूहन्ना 1:7 में जो है हम लोग पढ़ते हैं, इसका जो है लागू होना एक ही बार का नहीं है, प्रतिदिन होने वाला एक कार्य है. क्योंकि उसका 1:7 में इस प्रकार हम लोग पढ़ते हैं कि यदि जैसे वो ज्योति में है वैसे ही हम भी ज्योति में चले और एक दूसरे से सहभागिता रखते हैं, और उनके पुत्र यीशु का लहू हमें सब पापों से शुद्ध करते हैं. हालेलुया. അവർ അതിനെ ആചരിക്കുവാൻ, അവർക്ക് ഓർമ്മിക്കുവാൻ മാത്രമായി ആ കുഞ്ഞാടിന്റെ രക്തം ഉതകുമ്പോൾ, ഇന്ന് നമ്മൾ അതിനെ ഓർക്കുക മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യത്തക്ക രീതിയിൽ ഇന്നും ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി വാദിക്കുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. हालेलुया. वो लोग जो है एक बार उसको पर्व को मना है और उस पर्व से छुटकारा पाया है, लेकिन हम लोग जो है हालेलुया, हम लोग जो है उद्धार भी पाया है, और उस लहू आज भी हमारे लिए जो है वकालत कर रहा है, हमारे लिए पिता परमेश्वर से विनती करने वाला एक लहू है. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തം. ഹാബേലിന്റെ രക്തം വളരെ നിർദോഷമുള്ളതാണ്, എന്നാൽ അതിനേക്കാൾ നിർദോഷമായ യേശു ക്രിസ്തുവിന്റെ രക്തം എത്രയധികം നമ്മളെ ശുദ്ധീകരിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം യേശുവിന്റെ രക്തത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. हालेलुया. प्रेज द लॉर्ड. और जो है इसलिए जो है दूसरा एक पत्री में लिखा हुआ है, हाबिल की लहू से जो है और भी जो है मजबूत या बातचीत करने वाला प्रभु यीशु मसीह का लहू. हाबिल का लहू जो है निर्दोष लहू है, लेकिन उससे जो है बढ़कर प्रभु यीशु मसीह का लहू हमारा जीवन में कार्य कर सकता है, हमारा जीवन को छुटकारा दे सकता है, पाप से मुक्त कर सकता है, हमारा जो है पाप का गुलामी से हमें आजाद कर सकता है. इसलिए हम जो है उसका लहू का कीमत को, उसका लहू का जो है गंभीरता को हम अज्ञान नहीं रहना चाहिए. हालेलुया. Praise the Lord. Hallelujah. ഇന്നും നമ്മൾ റിപ്പന്റൻസോടുകൂടി അവന്റെ സന്നിധിയിൽ പോകുമ്പോൾ അവന്റെ രക്തം നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. इसलिए आज भी हम लोग जो है मन फिराते हुए प्रभु के पास जब जाएगा, तो आप प्रभु यीशु मसीह का लहू अभी भी हमें जो है शुद्ध कर देते हैं, हमें धो देते हैं. ഹല്ലേലൂയ. എന്തിനു വേണ്ടി ഞാൻ എന്റെ ചിന്ത അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മെ ये सब क्यों हो रहा है? നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുവാനായിട്ട്, हमें आनंद जीवन की ओर ले जाने के लिए. അവിടെ നടക്കുവാനായിട്ട് പോകുന്ന ഫൈനൽ ആയിട്ടുള്ള ഗാദറിംഗിന്റെ പേരും കുഞ്ഞാടിന്റെ കല്യാണം, വെഡിങ് ഓഫ് ദ ലാംബ്. और उधर जो है होने वाला आखिरी जो है मिलन समारोह, या आखिरी जो है बड़ा मुख्य जो है कार्यक्रम भी यही है कि मेमना का जो है शादी या मेमना का विवाह के बारे में बताया जा रहा है. നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്റെ ജനമായ ഇസ്രായേലിനെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഒരു പ്രക്രിയ അവിടെ സ്ഥാപിച്ചു. ഒരു കുഞ്ഞാട് അവിടെ ഇറക്കപ്പെട്ടു. आप लोग उसको थोड़ा सा तुलना करके देखिए. हजारों साल पहले प्रभु अपना प्रक्रिया को शुरू करने के लिए, लोगों को छुड़ाने के लिए एक मेमना को मारने के लिए बोला, और मेमना जो है मारा गया. അവിടെ ഒരു കവണന്റിന്റെ സ്ഥാപനം നമ്മൾ കാണുകയാണ്.
उधर जो है एक वाजा का जो है शुरुआत को हम लोग देखते हैं। ആ നിയമത്തിന്റെ പൂർത്തീകരണം യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ മരണ നിമിത്തം ക്രൂശിൽ സ്ഥാപിക്കപ്പെട്ടു. और उस जो है मेमना का मृत्यु का पूर्तिकरण यीशु मसीह का मृत्यु के द्वारा क्रूस पर जो है उसका पूर्तिकरण हुआ. ആ കർത്താവ് പറഞ്ഞു സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് ആ യാഗത്തിന്റെ പൂർത്തീകരണം ക്രൂശിൽ നടക്കുവാനിടയായി തീർന്നു. और यीशु ने बोला कि सब कुछ जो है पूरा हुआ, ये बोलकर उस मृत्यु का पूर्तिकरण क्रूस की ओर हुआ है. ആ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ കവണന്റിന്റെ ഭാഗമായി തീർന്ന നമ്മൾ ഓരോരുത്തരും ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരും അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട സകല ജാതികളും ഇനി ഒരുമിച്ച് കൂടുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ പേരെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ കല്യാണമാണ്. പ്രൈസ് ദി ലോർഡ്. और उस लहू से छुटकारा पाया हुआ हम लोगों का जीवन में हम लोगों को एक और मिलन समारोह में हम लोग शामिल हो जाएंगे. वो जो है कार्यक्रम ही है कि वो मेमना का विवाह है, जो कलीसिया को विवाह करने के एक समय पर हम लोग जाएंगे. ഓ പ്രൈസ് ദി ലോർഡ്. അവന്റെ കുഞ്ഞാട്ടിന്റെ മണവാട്ടിയാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. We are the bride of the lamb. We are the bride of the lamb. Hallelujah. ആ ബ്രൈഡിനെ ഈ കുഞ്ഞാട് അവിടെ പ്രസന്റ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. എങ്ങനെയാണെന്ന് പ്രസന്റ് ചെയ്യുന്ന അറിയാമോ? ഞാൻ നിർദോഷനായിരിക്കുന്നത് പോലെ കറയും ചുളുക്കവും മാലിന്യവും ഇല്ലാത്തതായ ഒരു ബ്രൈഡിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു വെഡിങ് ദിനമുണ്ട്. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. और हम लोग जो है उस शादी के लिए इंतजार कर रहा है, क्योंकि कलीसिया को हम लोग जो प्रभु का जो दुल्हा है, दुल्हन है, दुल्हन है, हमें जो है प्रस्तुत करने के दिन जो है आने वाला है. पवित्र और निर्दोष जो है दुल्हन को प्रभु एक दिन प्रस्तुत करेंगे और उसी का इंतजार में हम लोग अभी जो है उस आशा के साथ हम लोग जो है बैठा हुआ. നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മളെ കഴുകിയത് കൊണ്ട് നമ്മളും നിഷ്കളങ്കരായി തീർന്നു. നമ്മെ പ്രസന്റ് ചെയ്യാൻ കൊള്ളാകുന്ന രീതിയിൽ ബ്ലെയിംലെസ് ആക്കി മാറ്റി കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന ഈ രക്തത്തിനായി ഞാൻ ഇന്ന് രാത്രി കാലം ദൈവത്തെ സ്തുതിക്കുന്നു. इस लहू के लिए मैं प्रभु को धन्यवाद करता हूं, क्योंकि हमारा कोई काबिलियत नहीं, हमारा कोई गुण नहीं, हमारा जो है कोई तरह का जो है हालेलुया कोई योग्यता के आधार पर नहीं, मगर अब उस जो है लहू हमें योग्य बना दिया है. जैसे उस लहू निर्दोष है, वैसे हमें भी निर्दोष बनाकर हमें जो है उस शादी में उस विवाह में लेके जाने वाला प्रभु का लहू है. उस लहू के लिए आज रात में मैं प्रभु को धन्यवाद करता. ഓ പ്രൈസ് ദി ലോർഡ്. അവർ വിശ്വാസത്തിൽ അവർ പാസ്ഓവർ ആചരിച്ചു. They celebrated the Passover. അന്ന് ദൈവം ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വരുവാനുള്ള നിത്യതയെ മനസ്സിൽ കാണുവാൻ എന്റെ ദൈവത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് ഇതൊരു കവണന്റിന്റെ തുടക്കമാണ്. ചുമ്മാ ഒരു ആട്ടിൻകുട്ടിയെ കൊല്ലുന്ന പരിപാടിയല്ല ഇത്. ഇതൊരു കവണന്റിന്റെ തുടക്കമാണ്. Millions of people are going to be added to this covenant. അതുകൊണ്ട് അതിൻ്റെതായ ഗൗരവമുണ്ട്. Praise the Lord. इसलिए प्रभु ने उस वक्त में लोगों को बोला ये गंभीर तौर से मानने वाला एक पर्व है, क्योंकि ये जो है एक साधारण एक मेमना को आपने काटने वाला एक साधारण कार्यक्रम नहीं, मगर आप जो है हजारों साल आगे को देखकर जो है मानव जाति के उद्धार के लिए मैंने करने जा रहा है एक महान योजना का शुरुआत है. इसलिए उसको जो है उसका जो है गंभीरता के साथ आपको करना चाहिए. ഇത് നിങ്ങൾക്ക് ഇസ്രായേൽ മക്കൾക്ക് മാത്രമായി ഞാൻ തന്ന നിയമമാണെങ്കിൽ ഇത് എക്സ്പാൻഡഡ് ആകുന്ന ഒരു ദിവസം വരുന്നു ക്രൂശിൽ. അതിന്റെ സമാപ്തി ഒരു കുഞ്ഞാടിന്റെ കല്യാണം വരുന്നുണ്ട്. അവിടെ എല്ലാ ജാതികളും കടന്നു വന്ന് പറയും, കർത്താവേ നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. हालेलुया. तो ये जो है अभी जो इस्राएलियों का छुटकारा के लिए होने वाला एक बात है, लेकिन सारा मानव जाति को परमेश्वर का संतान बनाने के एक कार्यक्रम है. उस कार्यक्रम में जुड़ने के बाद जो है सारा लोग, सारा गोत्र से, सारा भाषा का लोग जो है जाकर प्रभु से कहेंगे कि प्रभु तू योग्य है, तू योग्य है, तू योग्य है. ഇവിടെ അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഇസ്രായേലിനെ വിടുവിക്കുവാനായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ ഇനി അറുക്കപ്പെടുവാൻ പോകുന്ന കുഞ്ഞാട് യാതൊരു ലിമിറ്റേഷനും ഇല്ലാതെ സകല ജാതികളെയും സകല വർണ്ണ വർഗ ഗോത്ര വ്യത്യാസമില്ലാതെ എല്ലാവരെയും വിടുവിക്കുവാൻ കഴിവുള്ള നിർദോഷനായ ക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കവണന്റിന്റെ ഭാഗമായി മാറി. हालेलुया. और हम लोग भी जो है इस वाजा का जो है साथ हो गया, वाजा से जो है जुड़ गया,
क्योंकि उस समय का जो है मेमना अगर जो है बहुत सीमित लोगों को बचा सकता था, लेकिन हमारे लिए मृत्यु सहा यीशु मसीह पूरा मानव जाति को बचा सकता है। ഇതിനെ സെറിമോണിയലി സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് നമുക്കുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് ലോർഡ്സ് സപ്പർ ആണ്. इसको जो है एक पर्व के रूप में मनाने के लिए हमारे पास एक ही कार्यक्रम जो है कलीसिया में नियुक्त किया गया है, वो जो है प्रभु भोज है. എന്നാൽ ഇതിനെ നന്ദിയോടെ ഓർക്കുവാൻ ഒരു ഇവന്റിന്റെ ആവശ്യമില്ല. ഇതിനെ ഓരോ ദിവസവും സെലിബ്രേറ്റ് ചെയ്യുവാൻ ഒരു ഇവന്റിന്റെ ആവശ്യമില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മളെപ്പോഴും ഇതിനെ ആചരിക്കണം. എപ്പോഴും നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുവാനിടയായി തീരണം. ഈ സന്തോഷത്തിന്റെ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ഒരു കടപ്പാട് നമുക്കുണ്ട്. കാരണം ഇനിയും അനേകർ ഈ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ഭാഗമായി വരുവാനുണ്ട്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. और हमें जो है आगे बढ़ने का जरूरत है, क्योंकि इस लहू जो है हमें छुटकारा दिया है, तो ये छुटकारा हमारे आसपास के लोगों को भी हम लोग पहुंचाना बहुत जरूरी है, क्योंकि इस लहू के कारण जो छुटकारा होते हैं वो हम पर सीमित नहीं रहना चाहिए, और लोग भी जो है उसका भागीदार होना बहुत जरूरी है. ये सोच के साथ हमें आगे बढ़ने का जरूरत है. By faith they kept the Passover. विश्वास के साथ वे लोग फसह को माना. നമ്മളും വിശ്വാസത്തിൽ നമ്മൾ ക്രിസ്തുവിനെ അംഗീകരിച്ചു. അതുകൊണ്ട് ഈ യാത്രയിൽ തളരാതെ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവസാനത്തെ ദിവസം വരെ വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടുവല്ലോ. ആമേൻ. और विश्वास के साथ हम लोग भी यीशु मसीह को स्वीकारने के लिए प्रभु ने सहायता किया. इसलिए आने वाला दिन में हम भी जो उस विश्वास के साथ आगे बढ़े, क्योंकि हमारा फसह का जो मेमना जो यीशु मसीह हमारे लिए बलिदान हुआ है. हालेलुया. परमेश्वर हमें आशीष करे. इस वचन के साथ हम लोग प्रार्थना में जाएंगे. अपना आंखों को बंद करें.